ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ആർമി എക്സാമുകൾക്ക് കെമിസ്ട്രിയിൽ നിന്ന് ചോദിക്കുന്ന മെയിൻ ഒരു ടോപ്പിക്കാണ് ആറ്റം. ഈ ആറ്റത്തിനെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചെടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ക്ലാസ്. എന്താണ് ആറ്റം? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് ആറ്റം? ഒരാൾ ചോദിക്കുകയാണ് ആറ്റം എന്ന് ചോദിച്ചാൽ എന്ത് നമ്മൾ ഉത്തരം നൽകും? എന്താണ്? ഏതൊരു സബ്സ്റ്റൻസും എടുക്കുമ്പോൾ അതിലെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെ പറയുന്ന പേരാണ് ആറ്റം. അല്ലേ, നമ്മൾ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സിലും ഒക്കെ കേട്ടിട്ടുണ്ട്. ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും അതിലെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആറ്റമാണ്. ആറ്റത്തിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആറ്റം എന്താണ്? ഇൻഡിവിസിബിൾ ആണ്. ആറ്റത്തിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കില്ല. കാരണം ഇതാണ്, ടൈനി പാർട്ടിക്കിൾ ആണ്, ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് ആറ്റം എന്നുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കുക, ഒരു സബ്സ്റ്റൻസിലെ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെന്താണ് ആറ്റത്തെ കുറിച്ച് പറയാനുള്ളത്? ആറ്റം എന്താണ്? കണ്ടുപിടിച്ചൊരു സയന്റിസ്റ്റ് ഉണ്ട്, ആറ്റത്തിന് ആ പേര് നൽകിയ ഒരു സയന്റിസ്റ്റ് ഉണ്ട്, അല്ലേ? ഇതെല്ലാം നമുക്ക് എന്താണ് ആവശ്യമുള്ളതാണ്. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനകത്തുള്ളതാണ്. ആറ്റം കണ്ടുപിടിച്ച സയന്റിസ്റ്റും ഉണ്ട്, ആറ്റത്തിന് ആ പേര് നൽകിയ സയന്റിസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ ആറ്റത്തിനെ കണ്ടുപിടിച്ചതിന് ശേഷം പല സയന്റിസ്റ്റുകളും എന്ത് ചെയ്തു? കുറെ മോഡൽസ് ആയിട്ട് വന്നു. നമ്മൾ ആ മോഡൽസ് നമുക്ക് എന്താണ്? എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ആ മോഡൽസും അത് കണ്ടുപിടിച്ചിട്ടുള്ള സയന്റിസ്റ്റുകളുടെ പേരും നമുക്ക് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു പോകാം. ആർ യു റെഡി? ഓക്കെ. ആറ്റം എന്താണ് പറഞ്ഞേക്കുക? ഓൾ സബ്സ്റ്റൻസ് ആർ മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ. ഏതൊരു സബ്സ്റ്റൻസും നിർമ്മിക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക? ആറ്റം എന്ന് പറയുക. ടൈനിയാണ്, ഇൻഡിവിസിബിൾ ആണ്, കട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആറ്റം എന്നുള്ള പേര് നൽകിയ സയന്റിസ്റ്റിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഓസ്റ്റ്വാൾഡ്. ആരാണ്? ഓസ്റ്റ്വാൾഡ് എന്നുള്ള സയന്റിസ്റ്റ് ആണ് എന്ത് നൽകിയത്? ആറ്റം എന്നുള്ള പേര് നൽകിയത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. ആറ്റത്തിന് പേര് നൽകിയത് ഓസ്റ്റ്വാൾഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മാറ്റർ. ഒരു മാറ്ററിന്റെ സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ആൻസർ എന്താണ്? ആറ്റം ആണ്. ഇതെല്ലാം എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ആറ്റം കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ്, അല്ലേ? ആറ്റം കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരാണ്? ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത്. ക്വസ്റ്റ്യൻ തിരിഞ്ഞു പോകരുത്. ആറ്റത്തിന് പേര് നൽകിയത് ഓസ്റ്റ്വാൾഡ് ആണെങ്കിൽ ആറ്റത്തിന് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് ചോദിച്ചാൽ എന്താണ്? ജോൺ ഡാൾട്ടൺ ആണ്. എന്താണ് ഈ ആറ്റം? എന്ത് ചെയ്യണം? നമുക്കൊരു തിയറി വേണം, അല്ലേ? ഒരു തിയറിയുടെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഒരു കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ വാല്യൂബിൾ ആക്കി മാറ്റുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫസ്റ്റ് അറ്റോമിക് തിയറി. അറ്റോമിക് തിയറി ആദ്യമായിട്ട് കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയും ചെയ്ത സയന്റിസ്റ്റിന്റെ പേര്, അല്ലേ? ആരാണ്? ജോൺ ഡാൾട്ടൺ തന്നെയാണ്. ഫസ്റ്റ് അറ്റോമിക് തിയറി കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേരും എന്താണ്? ജോൺ ഡാൾട്ടൺ തന്നെയാണ്. ഈ ഓസ്റ്റ്വാൾഡും ജോൺ ഡാൾട്ടണും രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ? ആറ്റം എന്താണെന്ന് മനസ്സിലായി, ആറ്റത്തിന് പേര് നൽകിയത് ആരാണെന്ന് ക്ലിയർ ആണ്, ആറ്റം കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരും എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നോക്കാം. ഓക്കെ, ആറ്റം മോഡൽസ്. ഈ ആറ്റം എന്ത് ചെയ്തു? കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ഓരോ സയന്റിസ്റ്റുകളും അവരുടേതായ ഐഡിയാസ് വെച്ച് എന്ത് ചെയ്തു? ഓരോ മോഡൽസ് നൽകി, അല്ലേ? നമുക്ക് ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഫസ്റ്റ് സക്സസ്ഫുൾ മോഡൽ. ആറ്റത്തിന്റെ സക്സസ്ഫുൾ മോഡലും നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന മോഡലും ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബോർ മോഡലാണ്. ബോർ മോഡലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഫോളോ ചെയ്യുന്നതും നമ്മൾ മോസ്റ്റ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ആറ്റത്തിന്റെ മോഡൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബോർ മോഡലാണ്. ഇനി നോക്കിയേ, ദ മോസ്റ്റ് അക്സെപ്റ്റഡ് മോഡൽ ഓഫ് ആറ്റം ഈസ് ബോർ മോഡലാണ്. ഇനി നോക്കിയേ, അടുത്ത കൊണ്ടുവന്ന സയന്റിസ്റ്റുകളാണ് കൊണ്ടുവന്നു പ്ലാനറ്ററി മോഡൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ. പ്ലാനറ്ററി മോഡലിനെ തന്നെയാണ് എന്തെന്ന് പറയുക? ന്യൂക്ലിയർ മോഡൽ എന്നും പറയുക. അതേപോലെ തന്നെ അടുത്തൊരെണ്ണമാണ് എന്തെന്ന് പറയുക? പ്ലം പുഡിംഗ് മോഡൽ ഓർ മോളിക്കുലാർ മോഡൽ. ഇതെല്ലാം ഓരോ സയന്റിസ്റ്റ് ആണ് കൊണ്ടുവന്നത്. പ്ലാനറ്ററി മോഡൽ കൊണ്ടുവന്ന ഒരു സയന്റിസ്റ്റ് ആണ്, പ്ലം പുഡിംഗ് മോഡൽ കൊണ്ടുവന്നത് വേറൊരു സയന്റിസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, പ്ലാനറ്ററി മോഡൽ കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേര് എന്താണ്? പ്ലാനറ്ററി മോഡൽ കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേര്? റുദർഫോർഡ്. റുദർഫോർഡ് ആണ് പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേര്. നെക്സ്റ്റ് ആണ് എന്തെന്ന് പറയുക?
പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് മോഡൽ കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? ജെ തോംസൺ. ജെ തോംസൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? പ്ലം പുഡിംഗ് മോഡൽ കണ്ടുപിടിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്. റുദർഫോർഡും ജെ തോംസണും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം കൂടെ കൊണ്ടുവന്നു. ഏതാണ്? വേവ് മെക്കാനിക് മോഡല്. ഒരു ആറ്റത്തിന്റെ രീതി വേവ് മെക്കാനിക്കൽ മോഡലാണെന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ പേരാണ് എർവിൻ ഷോൾഡിഞ്ചർ. എർവിൻ ഷോൾഡിഞ്ചർ ആണ് വേവ് മെക്കാനിക്കൽ മോഡൽ ആറ്റത്തിന് കൊണ്ടുവന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 പോയിന്റും പഠിച്ചു വെക്കുക. പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേര് റുദർഫോർഡ് ആണ്. പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ മോളിക്കുലർ ഫോർമുല കൊണ്ടുവന്ന അല്ലെങ്കിൽ മോളിക്കുലർ മോഡൽ കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേര് എന്താണ്? ജെ തോംസൺ ആണ്. ക്ലിയർ ആണോ? വേവ് മെക്കാനിക്കൽ മോഡൽ കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? എർവിൻ ഷോൾഡിഞ്ചർ ആണ്. ക്ലിയർ ആണോ? ഇതെല്ലാം എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് ആർമി ബേസ്ഡ് ആയിട്ടുള്ള എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. പ്ലാനറ്ററി മോഡൽ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരെന്താണ്? പ്ലം പുഡിംഗ് മോഡൽ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരെന്താണെന്നുള്ളത് ക്ലിയർ ആണ്. നമ്മുടെ അക്കാഡമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ് ആണ് അഗ്നിവീർ 2025. ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും നമുക്കിവിടെ നിന്ന് ലഭ്യമാണ്. ചേരാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളും ഡയറ്റ് പ്ലാൻ അങ്ങനെയുള്ള എല്ലാം എന്താണ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മൾ ആറ്റം എന്താന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ആറ്റത്തിനെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആറ്റത്തിന് എന്തുണ്ട്? ഒരു സ്ട്രക്ചർ ഉണ്ട്. നമുക്കത് അറിയണം. എന്താണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ നോർമലി ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു രീതിയിലായിരിക്കും ആറ്റത്തിന്റെ സ്ട്രക്ചർ വരയ്ക്കുക. നോക്കൂ, നടുക്ക് കാണപ്പെടുന്നത് എന്തായിരിക്കും? ആറ്റത്തിന്റെ സെന്റർ പോർഷൻ. ആറ്റത്തിന്റെ സെന്റർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ന്യൂക്ലിയസ് ആണ്. എന്താണ്? ന്യൂക്ലിയസ് ആണ് സെന്റർ പോർഷൻ എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് വഴി ന്യൂക്ലിയസ് എന്ത് ചെയ്തു? ഒരു പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആണെന്ന് സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സെന്റർ പോർഷനെ പറയുന്ന പേര് ചോദിച്ചാൽ എന്താണ്? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന്റെ ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എങ്കിലും ആറ്റത്തിന്റെ സെന്ററിൽ അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് കാണപ്പെടുന്നു. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് കാണപ്പെടുന്നുണ്ട്. നമുക്കറിയാം ആറ്റത്തിനകത്ത് 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇലക്ട്രോൺ, സെക്കൻഡ് വൺ പ്രോട്ടോൺ, തേർഡ് വൺ എന്താണ്? ന്യൂട്രോൺ. ഇത് 3ഉമാണ് ആറ്റത്തിനകത്തുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആണ്. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആണ്. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രൽ ആണ്, ചാർജ് ഇല്ല, അല്ലെങ്കിൽ നോ ചാർജ്, അല്ലെങ്കിൽ എന്താണ്? ന്യൂട്രൽ ആയിരിക്കും. ആറ്റത്തിന്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ സെന്റർ പോർഷൻ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ് കാണപ്പെടുക. അല്ലേ? ഇത് സെന്റർ പോർഷൻ ആണ്. സെന്റർ പോർഷനിൽ എന്തൊക്കെയാണ് കാണപ്പെടുക? പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ് ഇതിനകത്ത് കാണപ്പെടുക. ആറ്റത്തിന്റെ സെന്റർ ആയിട്ടുള്ള ന്യൂക്ലിയസിൽ കാണപ്പെടുക. ഇനി ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഉണ്ടല്ലോ, അത് ഏതാണ്? ഇലക്ട്രോൺ ആണ്. അല്ലെ? ഈ ഇലക്ട്രോൺ എന്താണ്? ഒരു ഇമാജിനറി പാത്ത് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും എന്താണ്? ഇമാജിനറി പാത്ത് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ഓർബിറ്റ്സ് അല്ലെങ്കിൽ ഷെൽസ്. ഷെൽസ് അല്ലെങ്കിൽ ഓർബിറ്റ്സ്. ഇതിനകത്തായിരിക്കും എന്ത് ചെയ്യുക? നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് റിവോൾവ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് പാർട്ടായിട്ടുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? കണ്ടേ, ഈ കൊടുത്തേക്കുന്ന എല്ലാം എന്താണ്? ഇലക്ട്രോൺസ് ആണ്. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് ചുറ്റും എന്ത് ചെയ്യുക? ഒരു സർക്കുലർ മോഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ആറ്റത്തിന്റെ സ്ട്രക്ചർ പറഞ്ഞു. ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ പോർഷൻ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിലായിട്ടുള്ള 2 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കോമൺ ആയിട്ട് ഒരു പേര് പറയും. എന്താണ്? കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് അല്ല, ന്യൂക്ലിയോൺസ്. എന്താണ്? ന്യൂക്ലിയോൺസ് എന്നാണ് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരെന്താണ്? ന്യൂക്ലിയോൺസ് എന്നാണ്. മറന്നു പോകരുത്, നമുക്ക് പഠിക്കണം. പ്രോട്ടോൺ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരാണ്? ന്യൂട്രോൺ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരാണെന്ന് അറിയാം അല്ലേ? അതേപോലെ തന്നെ ന്യൂക്ലിയസ് എന്ത് ചെയ്യണം? കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരും പഠിക്കണം.
ക്ലിയർ ആണോ? ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആണ്. ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്താണ്, സെന്റർ പോർഷനിൽ ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് എന്തൊരു കോൺസെൻട്രേറ്റഡ് മാസ് കാണപ്പെടുന്നുണ്ട്. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, സബ് ആറ്റോമിക് പാർട്ടിക്കിൾ കാണപ്പെടുന്നു, സർക്കുലർ പാത്ത് ഉണ്ട്. ഇതെല്ലാം നമുക്ക് എന്താണ് ഈ ഒരു ഫിഗറിൽ നിന്ന് സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നോക്കി, നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഓരോ മോഡൽസ് എന്ത് ചെയ്തു, ഓരോ സയന്റിസ്റ്റ് കൊണ്ടുവന്നു അല്ലേ. നമുക്ക് ഫസ്റ്റ് നോക്കാം തോംസ് അറ്റോമിക് മോഡൽ. ജെ തോംസന്റെ അറ്റോമിക് മോഡലാണ്. നമ്മൾ പറഞ്ഞു പ്ലം പുഡിംഗ് മോഡല്, അല്ലെങ്കിൽ എന്താണ് വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ് വാട്ടർമെലൺ എന്ന് പറഞ്ഞാൽ നോക്കി, ഇത് ഈ ഷേപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് കാണപ്പെടുന്ന ബൾക്കായിട്ട് കാണപ്പെടുന്നത് പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിളും, ഇതിനകത്തെ സീഡ്സ് ആയിട്ട് കാണപ്പെടുന്ന എന്താണ്, അതിനകത്തെ ഇലക്ട്രോൺസും. ഈ ഒരു രീതിയിലാണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് തോംസൺ പറഞ്ഞു. ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇതെന്ത് ചെയ്യില്ല, ഈ മോഡലിനെ നമ്മൾ എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു അല്ലേ. നമ്മളിത് എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു, പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഇതാണ് ആറ്റത്തിന്റെ ഒരു കറക്റ്റ് സ്ട്രക്ചർ എന്ന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഉറപ്പിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ മോഡൽ അവർ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലാണ് info@andren. ഇതിൽ ഡെയിലി മോക്ക് ടെസ്റ്റുകളും നോട്ടിഫിക്കേഷൻസ് എല്ലാം അവൈലബിൾ ആണ്. ചേരാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ആണ് റുദർഫോർഡിന്റെ അറ്റോമിക് മോഡൽ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അറ്റോമിക് മോഡൽ കണ്ടുപിടിച്ചത് ഒരു സയന്റിസ്റ്റ് ആണ്. ആ സയന്റിസ്റ്റ് ആണ് റുദർഫോർഡ്. റുദർഫോർഡ് എന്താണ് കണ്ടുപിടിച്ചത്, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു അല്ലേ. ആറ്റത്തിനകത്തുള്ള ന്യൂക്ലിയസ് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരാണ്, റുദർഫോർഡ് ആണ്. എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം നമുക്കത്, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. എന്താണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്ന് നമുക്ക് പഠിക്കണ്ട. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് വഴിയാണ് നമ്മൾ എന്ത് ഡിസ്കവർ ചെയ്തത്, പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റുദർഫോർഡ്. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, റുദർഫോർഡ് എന്ത് കണ്ടുപിടിച്ചു, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു. എന്നിട്ട് ന്യൂക്ലിയസിന്റെ ചാർജ് ഏതാണ്, പോസിറ്റീവ് ചാർജ് ആണ്. നോക്കിയേ, അതേപോലെ പറഞ്ഞ മോഡലാണ് പ്ലാനറ്ററി മോഡൽ. എന്താണ് പ്ലാനറ്ററി മോഡൽ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം സൗരയൂഥം എടുത്തു കഴിഞ്ഞാൽ സണ്ണാണ് സെന്റർ പോർഷൻ, അതിന് ചുറ്റും എന്തുണ്ട്, ഗ്രഹങ്ങളുണ്ട്. ഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നു, സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. അതേ മെത്തേഡിലാണ് ആറ്റത്തിനകത്തുള്ള സ്ട്രക്ചർ എന്ന് ആര് പറഞ്ഞു, റുദർഫോർഡ് പറഞ്ഞു. ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മോസ്റ്റ് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഈ ഒരു മോഡൽ നമ്മൾ എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു അല്ലെ. ഇത് നമുക്ക് കറക്റ്റ് ആറ്റത്തിന്റെ മോഡൽ അല്ല എന്നുള്ളത് വെരിഫൈ ചെയ്തു അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ബോർ മോഡൽ കൊണ്ടുവന്നത്. അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരുപാട് തവണയും അല്ലെങ്കിൽ എന്താണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇനി നോക്കാം, നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമ്മൾ പറഞ്ഞു ആറ്റത്തിനകത്ത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണുമാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോണിന് ഉള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് വെച്ചാൽ എന്താണ്, ജെ തോംസൺ ആണ് ഇലക്ട്രോൺ ഡിസ്കവേർഡ് ചെയ്തത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ജെ തോംസൺ കണ്ടുപിടിച്ചത് ഏത് സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ ഏതാണ്, ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് -1.6 × 10⁻⁻19 കൂളമാണ് ചാർജ്. അതേപോലെ തന്നെ എന്താണ്, ഈ ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 9.1 × 10⁻31 kg ആണ്. എന്തെന്ന് പറയുക, ഇലക്ട്രോണിന്റെ വെയിറ്റ് എന്ന് പറയുക അല്ലേ. നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനകത്ത് ഫസ്റ്റ് വൺ പറഞ്ഞു കഴിഞ്ഞു, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരാണ്, ജെ തോംസൺ ആണ്. ഇലക്ട്രോണിന്റെ വെയിറ്റും പറഞ്ഞു, ഇലക്ട്രോണിന്റെ ചാർജും പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. രണ്ടാമത്തെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ് പ്രോട്ടോൺസ് അല്ലെ. പ്രോട്ടോൺസിന്റെ ചാർജ് എന്താണ്, പോസിറ്റീവ് ചാർജ് ആണ്. ആർക്കുള്ളത്, പ്രോട്ടോൺസിനുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും അതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, പ്രോട്ടോൺ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരെന്നാണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്, ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് എന്ത് കണ്ടുപിടിച്ചത്, പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത്. പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് 1.6 × 10⁻⁻19 കൂളമാണ് പ്രോട്ടോണിന്റെ ചാർജ്. അതേപോലെ തന്നെ പ്രോട്ടോണിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1.67 × 10⁻⁻21 kg ആണ് പ്രോട്ടോണിന്റെ വെയിറ്റ് എന്ന് പറയുക. ക്ലിയർ ആണോ? പ്രോട്ടോണിന്റെ വെയിറ്റും പഠിക്കണം, പ്രോട്ടോണിന്റെ ചാർജും പഠിക്കണം
അല്ലേ? ഇനി നോക്കിയേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമ്മൾ എന്താണ് പറഞ്ഞേക്കുക? ഒരു യൂണിറ്റ് ഹൈഡ്രജൻ ആറ്റം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് ഹൈഡ്രജന്റെ മാസിന് ഈക്വൽ ആയിരിക്കും എന്തെന്ന് പറയുക? പ്രോട്ടോൺസിന്റെ മാസ്. പോയിന്റ് ക്ലിയർ ആണോ? ഒരു യൂണിറ്റ് ഹൈഡ്രജന്റെ മാസ് എത്ര ആണോ അത്രയും വാല്യൂ തന്നെ ആയിരിക്കും ഏതിനുള്ളത്? ഒരു പ്രോട്ടോണിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ? രണ്ട് സബ് ആറ്റോമിക് പാർട്ടിക്കിൾ നമ്മൾ പഠിച്ചു. ഇനി നോക്കിയേ, മൂന്നാമത്തെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ആണ് ന്യൂട്രോൺ. ന്യൂട്രോണിന്റെ ചാർജ് അല്ലേ? ന്യൂട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രോണിന് പോസിറ്റീവ് ചാർജും അല്ല നെഗറ്റീവ് ചാർജും അല്ല. പ്രോട്ടോൺ എന്തില്ല? നോ ചാർജ് ആണ് അല്ലേ? അല്ലെങ്കിൽ എന്തെന്ന് പറയാം? നമുക്ക് ന്യൂട്രൽ ആണെന്ന് പറയാം. എന്താണ്? ന്യൂട്രൽ ആണ് ന്യൂട്രോൺസ് അല്ലേ? ന്യൂട്രോൺ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ആരാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്? ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. നോക്കിയേ, ഇനി നോക്കിയേ, മാസ് നോക്കിയേ, പ്രോട്ടോണിന്റെ മാസിന് ഈക്വൽ ആയിരിക്കും എന്തെന്ന് പറയുക? ന്യൂട്രോണിന്റെ മാസ്. പ്രോട്ടോണിന്റെ മാസിന് ഈക്വൽ ആയിരിക്കും പ്രോട്ടോണിന്റെ മാസ്. കഴിഞ്ഞല്ലോ, 3 സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ച് പറഞ്ഞു. പ്രോട്ടോൺ പറഞ്ഞു, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഈ 3 എണ്ണത്തിന്റെയും ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റിന്റെ പേരും പറഞ്ഞു, ചാർജസും പറഞ്ഞു, മാസും പറഞ്ഞു. ക്ലിയർ? ഇനി നോക്കിയേ, ഇനി അടുത്തതാണ് നമ്മൾക്കറിയാം എന്ത് ചെയ്യുക? ഒരു ആറ്റത്തിനകത്ത് ഷെൽസ് ഉണ്ട് അല്ലെ? ഒരു ആറ്റത്തിനകത്ത് ഷെൽസ് ഉണ്ട്. ഷെൽസിനകത്ത് എന്തുണ്ട്? ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? അതായത് പല പല ഷെല്ലുകളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്ട്രിബ്യൂട്ടർ എന്താണ്? ഒരു ഇക്വേഷൻ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക? ഷെല്ലിനകത്ത് ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യുക. അതാണ് എന്തെന്ന് പറയുക? 2n² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ആറ്റത്തിനകത്തുള്ള ഷെല്ലിനകത്ത് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെയിൻ ഷെല്ലുകൾ ഏതൊക്കെയാന്ന് നോക്കാം. K, L, M, N. ഇത് 3ഉമാണ് എന്തെന്ന് പറയുക? മെയിൻ ഷെല്ല്. ഒരു ആറ്റത്തിന്റെ മെയിൻ ഷെല്ല് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഏതാണ്? K, L, M, N ആണ്. ഇത് ഫസ്റ്റ് ഷെല്ല്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഫോർത്ത് ഷെല്ല്. ഇത് മെയിൻ ഷെല്ലാണെങ്കിൽ അതിന് എന്തായാലും ഒരു സബ് ഷെല്ല് കാണുമല്ലോ. എന്തായിരിക്കും? SPDF. സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്? SPDF ആണ് സബ് ഷെല്ലുകൾ. മെയിൻ ഷെല്ലുകൾ ഏതൊക്കെയാണ്? KLM എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുക? അതിന്റെ മെയിൻ ഷെല്ലുകൾ. ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് സാധിക്കും. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെയും സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇക്വേഷൻ ഇതാണ്. ഷെൽസ് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ഷെൽസിനകത്തുള്ള ഇലക്ട്രോൺസിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2n² ആണ്. 2n² എന്ന് പറഞ്ഞാൽ n എന്താണ്? നമ്പർ ഓഫ് ഷെൽസ് ആണ്. എന്താണ്? നമ്പർ ഓഫ് ഷെൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? K ഷെല്ലാണ്. K'ക്കകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊള്ളും എന്നാണ്? എന്താണ്? 2 × 1² = 2 ആണ്. അതിന് K'ക്കകത്ത് മാക്സിമം അക്യുമുലേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്? 2 ആണ്. അടുത്ത രണ്ടാമത്തെ ഷെല്ല് എന്താണ്? L ഷെല്ലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? n-ന്റെ വാല്യൂ എന്തായിട്ട് കൊടുക്കാം? 2 ആയിട്ട് കൊടുക്കാം. നോക്കി, 2 × 2² ആണ്. 2 × 4 = 8 ആണ്. എന്തെന്ന് പറയുക? Lനകത്ത് അക്യുമുലേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 8 ആണ്. അതുപോലെ തന്നെ M-നകത്ത് എത്ര ഉണ്ടെന്ന് നോക്കി, 2 × 3² ആണ്. = 18 ആണ് അല്ലേ? KLM-നകത്ത് അക്കോമഡേറ്റ് എത്രയാണ്? 32 ആണ്. ഈ ഒരു പാറ്റേൺ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? ഷെല്ലിനകത്ത് ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യുക. സെറ്റാണോ? ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നും ഇല്ല. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഈ ഒരു സ്ട്രക്ചറിലെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ എന്താണ് ഒരു ഘടന നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത് പഠിച്ചു വെക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏത് ഇക്വേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുക? ഷെല്ലിനകത്ത് അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. ക്ലിയർ? നോക്കിയേ, നമ്മൾ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ട്രക്ചർ വരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ ഇതാണ്. എന്ത് ചെയ്യാൻ പറ്റും? നോക്കി, നമുക്ക് ഓരോ ഷെല്ലുകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതെന്താണ്? ഒരു ആറ്റത്തിന്റെ സെന്റർ പോർഷനെ പറയുന്ന പേരെന്താണ്? ന്യൂക്ലിയസ് എന്നാണ്. സെന്റർ പോർഷനെ പറയുന്ന പേര് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനോട് ചേർന്ന് കാണപ്പെടുന്ന ഷെല്ല് ഒന്നാമത്തെ ഷെല്ലാണ്. ആ ഷെല്ലിനെ എന്ത് പറയുന്നു? K ഷെല്ല് എന്ന് പറയുന്നു. ന്യൂക്ലിയസ് കഴിഞ്ഞ് ഫസ്റ്റ് ഷെല്ല് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഷെല്ല് ഏതാണ്? L ഷെല്ലാണ്. മൂന്നാമത്തത് M ഷെല്ലാണ്. നാലാമത്തെ എന്താണ്? N ഷെല്ലാണ്.
ഫസ്റ്റ് കെ ഷെല്ലിനകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊള്ളുമെന്ന് ചോദിച്ചാൽ എത്രയാണ്? 2 ഇലക്ട്രോൺസിനെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യൂ. ബാക്കിയുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ഷെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കിയേ. നമ്മൾ എന്താണെന്ന് നോക്കിയേ, 15 എന്നുള്ളൊരു നമ്പർ എടുത്തിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയാണ്. എന്താണ്? 2 ഫസ്റ്റ് ഷെല്ലിനകത്ത് എത്ര? 2 ഇലക്ട്രോൺസ്. എമ്മിനകത്ത് എത്രയാണ്? 8 ഇലക്ട്രോൺസ്. എത്രയായി? 10 ആയി. എല്ലിനകത്ത് എത്രയും മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊള്ളും? 8 ഇലക്ട്രോൺസ് മാക്സിമം കൊള്ളുമെങ്കിൽ നമ്മൾ എത്ര ഉണ്ട് ബാക്കി? ഇനി ഇതിനകത്ത് 8 2 10 ആയി. ബാക്കി 5 ഇലക്ട്രോൺസ്. അന്നേരം ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 285 ആയി. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേ രീതിയിൽ സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് സാധിക്കും. ഇനി നോക്കിയേ, ആറ്റമായിട്ട് റിലേറ്റ് ചെയ്ത അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അറ്റോമിക് നമ്പർ. എന്താണ് അറ്റോമിക് നമ്പർ? അതായത് നമ്മളൊരു എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ എലമെന്റിന്റെ താഴെ കാണുന്ന നമ്പറാണ് എന്തെന്ന് പറയുക? അറ്റോമിക് നമ്പർ. നമ്മൾ എഴുതുമ്പോൾ എന്താണ്? താഴെ എഴുതുന്ന നമ്പർ അറ്റോമിക് നമ്പറും മുകളിൽ എഴുതുന്ന നമ്പർ എന്താണ്? മാസ് നമ്പറുമാണ്. ക്ലിയർ? മാസ് നമ്പറും അറ്റോമിക് നമ്പറും. അതിൽ അറ്റോമിക് നമ്പറിനെ കുറിച്ചാണ് നമ്മൾ പറയുക. ഒരു ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോൺസ് ഉണ്ടോ ആ പ്രോട്ടോൺസിന്റെ എണ്ണമായിരിക്കും അതിലെ അറ്റോമിക് നമ്പർ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയേ, ഒരു ആറ്റത്തിനകത്ത് 25 പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ ആ 25 നമ്പേഴ്സ് ആയിരിക്കും എന്തെന്ന് പറയുക? അതിനകത്ത് കാണപ്പെടുന്ന പ്രോട്ടോൺസിന്റെ എണ്ണം. വേറൊന്നുമില്ല, കൺഫ്യൂഷൻ ആക്കണ്ട. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എത്ര ആണോ അതേ സെയിം വാല്യൂ തന്നെ ആയിരിക്കും എന്തെന്ന് പറയുക? അതിനകത്ത് ഉള്ള പ്രോട്ടോൺസിന്റെ എണ്ണം. ക്ലിയർ? അടുത്തതാണ് എന്തെന്ന് പറയുക? മാസ് നമ്പർ അല്ലേ? ഇനി നോക്കിയേ, മാസ് നമ്പർ പറഞ്ഞു. എം എന്ന് പറഞ്ഞൊരു എലമെന്റ് എടുത്താൽ മുകളിൽ മാസ് ഏറ്റവും മുകളിൽ വരുന്നത് എന്തായിരിക്കും? മാസ് നമ്പർ ആണ്. താഴെ വരുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇസഡും. മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ചോദിച്ചാൽ ഏതാണ്? എയുമാണ് അല്ലേ? ഇപ്പൊ നോക്കിയേ, നമ്മൾ എം എന്ന് പറഞ്ഞാൽ അതിനകത്ത് താഴെ 18ഉം മുകളിൽ ഒരു 32ഉം ഇതൊരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെ എടുക്കുവാണെങ്കിൽ അറ്റോമിക് നമ്പർ 18 ആയതുകൊണ്ട് ഇതിനകത്ത് കാണപ്പെടുന്ന പ്രോട്ടോൺസിന്റെ എണ്ണം ചോദിച്ചാൽ എത്ര ആയിരിക്കും? 18 ആയിരിക്കും. അറ്റോമിക് നമ്പർ 18 ആയതുകൊണ്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ എണ്ണം എത്ര ആയിരിക്കും? 18 ആയിരിക്കും അല്ലേ? മാസ് നമ്പർ ആണെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, മാസ് നമ്പർ ആണെങ്കിൽ സം ഓഫ് ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് അല്ലേ? പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും എണ്ണങ്ങളുടെ സം ആയിരിക്കും എന്തെന്ന് പറയുക? മാസ് നമ്പർ എന്ന് പറയുക. ക്ലിയർ ആണോ? ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും സം ആയിരിക്കും എന്തെന്ന് പറയുക? ഒരു എലമെന്റിന്റെ മാസ് നമ്പർ എന്ന് പറയുക. മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? എ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇപ്പൊ നോക്കി, ഇവിടെ എക്സാമ്പിൾ നോക്കാം. 18 എന്ന് പറയുന്നത് ഒരു അറ്റോമിക് നമ്പർ തന്നാൽ നമുക്ക് പ്രോട്ടോൺസിന്റെ എണ്ണം എഴുതാൻ പറ്റും. എത്രയാണ്? പ്രോട്ടോൺസിന്റെ എണ്ണം 18 ആണ് അല്ലേ? പ്രോട്ടോൺസിന്റെ എണ്ണം നമ്മൾ 18 എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ഇലക്ട്രോൺസിന്റെ എണ്ണവും പിന്നെന്താണ് ന്യൂട്രോൺസിന്റെ എണ്ണവും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി നോക്കിയേ, അടുത്തൊരു പോയിന്റ് ആണ് ഐസോടോപ്സ്. കേട്ടിട്ടുണ്ടോ ഈ ഐസോടോപ്സ് ആണ്. നോക്കിയേ, ഹൈഡ്രജന് പ്രധാനമായിട്ട് 3 ഐസോടോപ്പുകളുണ്ട്. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം. ഇത് 3 എന്താണ്? ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ്. ഇതിൽ നിന്ന് ഒരു പോയിന്റ് പ്രധാനമായിട്ട് മനസ്സിലാക്കി വെച്ചോ. എന്തായിരിക്കും? ഐസോടോപ്പ് എന്നൊരു ടേം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്തുള്ള എലമെന്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഐസോടോപ്പുകളിൽ എലമെന്റ് എല്ലാം സെയിം ആണ്. ഇവിടെയും ഹൈഡ്രജൻ ആണ്, ഇവിടെയും ഹൈഡ്രജൻ ആണ്, ഇതിലും ഹൈഡ്രജൻ ആണ്. എലമെന്റ് സെയിം ആയിരിക്കും, പക്ഷേ വ്യത്യാസം വരുന്ന ഇതിനകത്തായിരിക്കും അവരുടെ മാസ് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. എന്താണ്? മാസ് നമ്പർ എന്തായിരിക്കും? ഡിഫറെന്റും. അറ്റോമിക് നമ്പർ എന്തായിരിക്കും? സെയിമുമായിരിക്കും. അറ്റോമിക് നമ്പർ സെയിമുമായിട്ടുള്ള എലമെന്റ്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക? ഐസോടോപ്പ് എന്ന് പറയുക. ക്ലിയർ ആണോ? ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എലമെന്റ് സെയിം ആയിരിക്കും, വ്യത്യാസം വരുന്ന ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. അതിന്റെ മാസ് നമ്പർ വ്യത്യാസവും അറ്റോമിക് നമ്പർ സെയിം ആയിട്ടുള്ള എലമെന്റ്സിനെ പറയുന്ന പേരാണ് ഐസോടോപ്പുകൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടേം ഐസോബാർ എന്താണെന്ന് നോക്കാം. എന്താണ് ഐസോബാർ എന്ന് പറഞ്ഞാൽ? ഐസോബാർ എന്ന് പറഞ്ഞാൽ ഈ 2 ടേംസും ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെന്റ്സ് എന്തായിരിക്കും? എലമെന്റ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഐസോബാർ
ഓക്കെ, ഡിഫറെന്റ് എലമെന്റ്സ് ആയിരിക്കും, പക്ഷെ എന്താണ്, സെയിം മാസ് നമ്പർ ആയിരിക്കും. മാസ് നമ്പർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അറ്റോമിക് നമ്പർ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അറ്റോമിക് നമ്പർ ഡിഫറെന്റും മാസ് നമ്പർ സെയിമും എലമെന്റും ഡിഫറെന്റ് ആണെങ്കിൽ അത് എന്തിന് എക്സാമ്പിൾ ആണ്, ഒരു ഐസോബാർസിന് എക്സാമ്പിൾ ആണ്. ഐസോബാർസും ഐസോടോപ്പും തിരിഞ്ഞു പോകരുത്. എലമെന്റ് ഐസോടോപ്പിനകത്ത് എലമെന്റ് സെയിം ആയിരിക്കും, ഐസോബാർസിനകത്ത് എലമെന്റ് ഡിഫറെന്റ് ആയിരിക്കും. ഈ രണ്ട് കാര്യം കൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ട് വേണം ഐസോടോപ്പും ഐസോബാറും പഠിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ ഏകദേശം ഒരു രൂപം കയ്യിൽ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.